നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബാംഗ്ലൂർ FC വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജിയൻസ് മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മോഹൻ ബഗാൻ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഹെക്ടർ യൂസ്ത എന്ന് പറയുന്ന താരം 17-ാം മിനിറ്റിലും മൺവീർ സിംഗ് എന്ന് പറയുന്ന താരം 51-ാം മിനിറ്റിലും അനുരിത് താപ്പ 54-ാമത്തെ മിനിറ്റിലും അർമാൻഡോ സാദിക്ക് 59-ാം മിനിറ്റിലുമായിരുന്നു ഗോളുകൾ നേടിക്കൊടുത്തത്. മോഹൻ ബഗാൻ സൂപ്പർ ജിയൻസ് ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ബാംഗ്ലൂർ FC ആകട്ടെ മോശം പ്രകടനവും. ഏതായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിലെ അവസാന ലീഗ് മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാൻ പോകുന്നത് അധികം മികച്ച ടീമല്ലാത്ത ഹൈദരാബാദ് FCയുമായിട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ പോയിന്റ് ടേബിളിൽ താഴെ കിടന്ന ടീമിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടിയപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ തോൽവികളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഹൈദരാബാദ് FCനെയും അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് FC മത്സരം 7:30-ക്കാണ് നടക്കാൻ പോകുന്നത്. ഹൈദരാബാദ് FCയുടെ ഹോം മത്സരമാണ് ഇന്ന്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാൻ ലൂണയെ പോലെയുള്ള വമ്പൻ താരങ്ങൾ ഇന്ന് ഇറങ്ങുമെന്നും നമുക്കൊരു റൂമർ കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ലൈനപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ജോർജ് പെരേര ഡയസ് മുംബൈ സിറ്റി FCക്ക് വേണ്ടി മികച്ച പ്രകടനം 2 സീസണുകളിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുംബൈ സിറ്റി FC താരം വിടാൻ പോകുന്നുവെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. താരം ISL പ്രമുഖ ടീമായ FC ഗോവയിലേക്ക് തന്നെ പോകുന്നുവെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. FC ഗോവയിലേക്ക് താരം സൈൻ ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ ഇരിക്കണം. എന്തായാലും ഈ സൈനിങ് നടക്കുകയാണെങ്കിൽ മികച്ചൊരു സൈനിങ് തന്നെയാകും. വീഡിയോ ഇവിടെ വെച്ചിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.